നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ ഓപ്ഷൻ കാത്തിരിക്കുകയാണല്ലോ നമ്മൾ. 16-ാം തീയതി IPL ഓപ്ഷൻ. ഇപ്പോൾ RCBയുടെ ആരാധകർക്കുള്ള വലിയ സംശയം എന്ന് പറഞ്ഞാൽ RCB ബംഗളൂരുവിൽ തന്നെ ആകുമോ, മറ്റേതെങ്കിലും സ്റ്റേഡിയത്തിലേക്ക്, അതിന് പുറത്ത് പൂനെയിലേക്കോ? ചില ആളുകളൊക്കെ പടച്ചു വിട്ടത് കണ്ടില്ല, തിരുവനന്തപുരത്തേക്ക് RCB എത്തും എന്നൊക്കെ പറഞ്ഞ് പടച്ചുവിട്ട ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊന്നും ഇല്ലെന്നും കോഹ്ലിയും RCBയും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് തിരികെ എത്തും, അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ESPN ക്രിക്കിൻഫോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് ഹസാരെ ട്രോഫി, ഡൽഹിക്കെതിരെയുള്ള വിജയ് ഹസാരെ ട്രോഫി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നേക്കും. അതുപോലെ തന്നെ IPL ഹോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓൺ ട്രാക്കിലാണ് എന്നാണ് കർണാടകയിൽ നിന്ന് ഇപ്പോൾ ശശാങ്ക് കിഷോർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ESPN ക്രിക്കിൻഫോയുടെ ശശാങ്ക് കിഷോറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയം ടു ബി ബാക്ക് ഓൺ ദി BCCI's റഡാർ. അപ്പോൾ അതിൽ KCAയുടെ ചീഫ്, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചീഫ് ഉണ്ടല്ലോ, ആരാ? വെങ്കടേഷ് പ്രസാദ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഗോ അഹെഡ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് ഫ്രം കർണാടക ഗവൺമെൻറ്. മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ BCCI വിശ്വസിക്കുന്നത് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഡെവലപ്പാവും, അവിടെ തന്നെ IPL മത്സരങ്ങളും നടത്താൻ കഴിയുമെന്നാണ്. ഇതിൽ ഇമ്മീഡിയറ്റ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി അടങ്ങുന്ന ഡൽഹി, വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും ഒക്കെയുള്ള ഡൽഹി വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയേക്കും. ആദ്യം ആലൂരിലാണ് ഈ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത്, പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ കാരണം മത്സരം ഇപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്താനാണ് നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ വെങ്കടേഷ് പ്രസാദും അദ്ദേഹമാണ് ചീഫ്, പിന്നെ വൈസ് പ്രസിഡൻറ്റ് സുജിത് സോമസുന്ദരനും, ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാർ, അതുപോലെ മറ്റ് ചില ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ ആയിട്ട് ബെലാഗവിയിലെ ഇപ്പം അവിടെ സ്റ്റേറ്റ് അസംബ്ലി സെഷൻ നടക്കുകയാണ്. വിൻ്ററിൽ ബെലാഗവിയിലാണല്ലോ നടക്കുക. അപ്പോൾ ആ സെഷനിടക്ക് ഇവർ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇവിടെ മത്സരങ്ങൾ നടത്തുന്നതിനുള്ള ഒരു ഗോ അഹെഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡൽഹി കർണാടക വിജയ് ഹസാരെ ട്രോഫിക്ക് തന്നെ 2000-3000 ആളുകളെ പങ്കെടുപ്പിക്കാനാണ്, അതായത് കാണികൾക്ക് വേണ്ടി സ്റ്റാൻഡുകൾ തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് കളിക്കുന്നതാണല്ലോ. അപ്പം അതിന് അനുമതിയുണ്ട്. പിന്നെ പതിയെ IPLന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നടപ്പാക്കുക എന്ന് പറഞ്ഞ ഒരു മീറ്റിങ്ങിൽ, ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ടുള്ള മീറ്റിങ്ങിൽ പ്രസാദ്, അതായത് വെങ്കടേഷ് പ്രസാദ്, KCAയുടെ ചീഫ്, അദ്ദേഹം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വരുത്തിയിട്ടുണ്ട്. അതായത് ജസ്റ്റിസ് ജോൺ ഡിക്കൂഞ്ഞ ചിന്നസ്വാമി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തണമെന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതൊരു ഫേസ്ഡ് മാനറിൽ കൃത്യമായിട്ട് നടപ്പാക്കുക, അങ്ങനെ IPLന് വേണ്ടിയിട്ട് ഒരുങ്ങുക. വി ആർ ഓൺ ട്രാക്ക് ഫോർ ദി IPL ടു ബി ബാക്ക്. ഇതാണ് ഇപ്പം അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരമെന്ന് ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ട്. ഇതിൽ DK ശിവകുമാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടി നോക്കണം. അദ്ദേഹം പറയുന്നത് ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവാതിരിക്കുക, അതിനുവേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പെർമിഷനാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മളൊരു ക്രിക്കറ്റ് മത്സരവും തടയുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. വി ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റോപ്പിംഗ് ക്രിക്കറ്റ് മാച്ചസ്. പക്ഷേ ക്രൗഡ് മാനേജ്മെൻറ്റ് മെഷേഴ്സ് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ, ജസ്റ്റിസ് മൈക്കൽ D. കുഞ്ഞയുടെ ആ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ, അതൊരു ഫേസ്ഡ് മാനറിൽ നടപ്പാക്കുകയും വേണം. വെങ്കടേഷ് പ്രസാദ് ഈ ഒരു വിഷയത്തിൽ എഗ്രി ചെയ്തിട്ടുണ്ട് എന്നുകൂടി DK കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം നിങ്ങൾക്കറിയാമല്ലോ, സ്റ്റാമ്പേഡ് നടന്നല്ലോ. ഈ നമ്മുടെ RCBയുടെ കഴിഞ്ഞ തവണത്തെ കിരീടധാരണം ആഘോഷിക്കാൻ പോയത് ഒരു ദുരന്തമായിട്ട് മാറുകയും കുറേ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു.
അതിനുശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ വിജയ് ഹസാരെ ട്രോഫിയോടുകൂടി അത് വീണ്ടും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ IPL മത്സരവും അവിടെ തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തന്നെ നടക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം.